ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഷോൾ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കഫ്താൻ ടോപ്പിൻ്റെ ആണ്. ഷോൾ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളത് കുർത്തീസിനൊക്കെ ഫോൾഡ് ചെയ്തെടുക്കണ പോലെ തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. എനിക്കിവിടെ ലെങ്ത് വരുന്നത് 45 ഇഞ്ചാണ്. ഞാൻ ആ ഫുൾ ലെങ്ത്തിൽ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുക. അത് 6.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അതുപോലെ ചെസ്റ്റ് വിഡ്ത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ടാപ്പ് പിടിച്ചിട്ട് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. 15 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം സ്ലിറ്റ് ലെങ്ത്ത് 21 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതൊക്കെ മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്ത ഭാഗത്ത് നിന്ന് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. 9 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ താഴെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എടുത്ത ഭാഗത്ത് നിന്ന് നമ്മൾ സ്ലിറ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. 10.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷേപ്പിൽ സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ വരച്ചെടുക്കാം. അതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. അടുത്ത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. നെക്ക് എടുത്ത് ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് നെക്കിന് 5 ഇഞ്ചും ബാക്ക് നെക്കിന് 4 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്ക് ഞാൻ ഓൾറെഡി വരച്ച് ബോക്സ് ആക്കി ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കും വരച്ചെടുക്കണം. ഇവിടെ നെക്കിന് മാത്രമാണ് ആകെ കട്ടിങ് വരുന്നതുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ ബാക്ക് നെക്ക് ഉള്ളോട്ടേക്കാക്കി മാറ്റിയിട്ടാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ലൈനിങ് നേരത്തെ പോലെ തന്നെ 4 ഫോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മെയിൻ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെച്ച് ലൈനിങ്ങിന് മുകളിൽ വെച്ചിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് ലൈനിങ്ങിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്റർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കട്ടിങ് കൊടുക്കണം. എന്നിട്ട് ആ ക്ലോത്ത് മൊത്തത്തിൽ നിവർത്തിയിട്ടിട്ട് ആ നെക്കിൻ്റെ ആ റൗണ്ടിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് പിന്ന് വെച്ച് സെക്യൂർ ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് സ്റ്റിച്ചിങ്ങിൽ കുടുങ്ങാതെ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഉള്ളിൽ ലൈനിങ് മൊത്തത്തിൽ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ തിരിച്ചിടുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഷേപ്പ് മാർക്ക് ചെയ്തത് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് അതിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.